ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അജീവനാന്തം ആ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നൊന്നും അവർ തീരുമാനിക്കത്തില്ല, എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ, കുറച്ചുകൂടെ നല്ല സാലറി ഹൈക്കും നല്ലൊരു പൊസിഷനും ഒക്കെ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഓഫർ ചെയ്യുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും? ആ കമ്പനിയിൽ റെസിഗ്നേഷൻ എഴുതും, അല്ലേ? റെസിഗ്നേഷൻ എഴുതിയിട്ട് പുതിയ കമ്പനിയിൽ പുതിയ സ്കെയിൽ ഓഫ് പേയിൽ പുതിയ പൊസിഷനിൽ പോകാനായിട്ട് റെഡിയാവും. ദുഃഖിച്ചിട്ടായിരിക്കുമോ പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ്? പുതിയ കമ്പനി, അപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ മേന്മയുള്ളൊരു കമ്പനി. സാലറിയോ ഇപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും ചിലപ്പോൾ ഡബിളോ കൂടുതലോ ഉണ്ടാകാം. പൊസിഷനോ ഇപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും ഹയർ പൊസിഷനാകാം. സോ അങ്ങനെ ഒരു പൊസിഷനിലുള്ളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ദുഃഖത്തോടു കൂടെ അല്ല പോകുന്നത്, വളരെ സന്തോഷത്തോടു കൂടെ, വളരെ പ്രതീക്ഷയോടുകൂടെ അങ്ങനെ പോകുന്നത്, അല്ലേ? ആരെങ്കിലും ദുഃഖിച്ചിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ ഞാൻ എത്തി നിന്ന ആ ഒരു ഐ ടിയിലെ പൊസിഷൻ, ഒരു ഐ ടി മാനേജർ എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനാണ്, അല്ലേ? ആണ്. സോ ആ പൊസിഷനെ ഞാൻ മതിയാക്കി റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? അടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനി ഏതാ? ദൈവത്തിൻ്റെ കമ്പനിയിലാണ്, ദ കിങ്ഡം ഓഫ് ഗോഡാണ്. അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും കമ്പനി ഉണ്ടോ? ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ ഞാൻ ജോയിൻ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല, അടുത്ത ഒരു സ്പിരിച്വൽ റലത്തിൽ നിൽക്കുന്ന ലോകത്തിലെയും ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ CEO ആരാ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വ്യക്തി അവിടുത്തെ CEO. ഫൈൻ. ആ CEO എൻ്റെ ആരാ? ഹീസ് മൈ ഡാഡ്. സോ ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ ആരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? എൻ്റെ അപ്പൻ്റെ കൂടെ. അപ്പൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് CEO കഴിഞ്ഞ് അടുത്ത പൊസിഷൻ ആർക്കാ? എനിക്കാ. അപ്പൻ്റെ കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന മകന് സാലറിയാണോ പ്രോഫിറ്റാണോ കിട്ടുന്നത്? ഏതാ മൂല്യമുള്ളത്? സാലറിക്കാണോ പ്രോഫിറ്റാണോ മൂല്യം കൂടുതൽ? ഏത് തുകയാണ് വലിയ തുക? അപ്പോൾ പ്രോഫിറ്റും സാലറിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന മാക്സിമം 1 കോടി രൂപയൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ പ്രോഫിറ്റ് ഒരു വർഷം വരുന്നത് എത്രയെന്നറിയാമോ? ചിലപ്പം 100 കോടിയോ 1000 കോടിയൊക്കെ ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത്. 1 കോടി സാലറി എവിടെ കിടക്കുന്നു? 100 കോടി പ്രോഫിറ്റ് എവിടെ കിടക്കുന്നു? ഓക്കെ, അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഏതെങ്കിലും ലുട്ടിലൊടുക്ക് കമ്പനിയിലൊന്നും അല്ല, ഏതെങ്കിലും ലുട്ടിലൊടുക്ക് പൊസിഷനിലും അല്ല. ആ ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും സോഫ്റ്റ്വെയറിലെ ജോലിയൊക്കെ ഇത്രയേ ഉള്ളൂ.